അനുലക്ഷ്മിയാണ്. അങ്ങേ അറ്റം നിൽക്കുന്നത് ഉള്ളൂർ ഇന്ദിര. ഇവർക്കിടയിൽ ദാ ഉണ്ണിമങ്ങാട് ഗണപതിയും ഒപ്പം നമ്മുടെ പുത്തൻകുളം മോദി കാവേരി. ഇവർക്കൊക്കെ ഇടയിലായിട്ട് തലയെടുപ്പോടുകൂടി നമ്മുടെ ഗജകേസരി ചിറക്കൽ കാളിദാസൻ അങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള ഒരിതാണ് അവന് കൊടുത്തിട്ടുള്ളത്, കാളിദാസൻ എന്നുള്ള ഇതിൽ. അതെ അതെ, ആന എന്നും എൻ്റെ പേര് ഗണേഷ് എന്നാണ്. അപ്പോൾ പേര് പോലെ തന്നെ ആന എന്നും ഒരു വികാരമാണ്. കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണോ? ഇഷ്ടമാണോ ആന? നമുക്ക് കാളിദാസന്റെ വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് കാളിദാസന്റെ പുതിയ വിശേഷങ്ങൾ? കാളിദാസൻ പുതിയ നല്ല വിശേഷം. അങ്ങനെ പോണു. ഇന്നിപ്പോൾ ഇവിടുത്തെ പരിപാടി ആയ കാരണം ഇങ്ങോട്ട് പോന്നു. ഇനി ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും. ഒരു ദിവസത്തെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു ചിട്ടകളൊക്കെ എങ്ങനെയാണ്? എൻ്റെ ചിട്ടാന്ന് പറഞ്ഞാൽ വീട്ടിലാണെങ്കിൽ രാവിലെ കഴിക്കും, വെള്ളം കൊടുത്ത് നിർത്തും, ഉച്ച കഴിഞ്ഞ് കുളിപ്പിക്കും, ചോറ് കൊടുക്കും, വൈകുന്നേരം കെട്ടിക്കെട്ടും. പിന്നെ ചില ദിവസമൊക്കെ ഒരു 10 കിലോമീറ്റർ വഴിയടിക്കാൻ പോകും. ഈ ബാഹുബലി അല്ലാതെ വേറെ ഏതൊക്കെ സിനിമകളിലാണ്? ഒരുപാട് പടങ്ങളിലുണ്ട് ബാഹുബലി അല്ലാതെ. ഏതെങ്കിലും? നാളെ മെയ്യഴകനുണ്ടായി. ഇനിയിപ്പോൾ കാട്ടാളൻ പടത്തിൻ്റെ ഇപ്പോൾ അടുത്ത ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഇതുണ്ട്. സെലിബ്രിറ്റിയാണ്. പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്. തിരക്കോട് തിരക്കാണ്. ഒഴിവനുസരിച്ച് ഉള്ള ഇതിൽ പരിപാടിയുടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ആനച്ചന്തം ആകെ നിറഞ്ഞിരിക്കുന്നത് ഒരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു പൂരത്തിലോ ഒന്നും അല്ല. ഇന്നിവിടെ എലിഫൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. ആ സമ്മേളനത്തിലാണ് ഇങ്ങനെ ആനച്ചന്തം നിറഞ്ഞു നിൽക്കുന്നത്. ആന മുതലാളിമാരുടെ സമ്മേളനത്തിൽ ആന തന്നെ വേണം. ആനയില്ലെങ്കിൽ പിന്നെ എന്ത് സമ്മേളനം? അതുകൊണ്ടാണല്ലോ നമ്മൾ ആനകൾക്ക് ഒരു ഊട്ട് ഗണപതി ഹോമം അതിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും. ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസനും ക്യാമറമാൻ ജിനുവിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.